ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ അടുത്ത ടോപ്പിക്ക് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു ഓപ്പറേറ്റർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു? എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ട്രാൻസ്ഫോംസ് എ ഫംഗ്ഷൻ ഇൻ ടു അനദർ ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനെ വേറെ ഒരു ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഓപ്പറേറ്റർ, അല്ലേ? എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ വേറൊരു ജി ഓഫ് എക്സ് എന്നുള്ളതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇതുവരെ ഒരുപാട് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ലെപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു എൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് എന്തിനെ ട്രാൻസ്ഫോം ചെയ്യുക? ഒരു ഫംഗ്ഷനെ വേറെ ഒരു ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പറേറ്റർ എന്ന് പറയാം. അതിന്റെ ഓപ്പറേഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ ആ ഒരു ഓപ്പറേറ്റേഴ്സ് ആർ കറസ്പോണ്ടിങ് ടെക്നിക്സ്, അല്ലെ? ആർ കോൾഡ് ഓപ്പറേഷണൽ മെത്തേഡ്സ്. എല്ലാം കൂടെ കൂടിയിട്ട് ഓപ്പറേറ്റേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് ടെക്നിക്സും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ എന്താ പറയും? അതിന്റെ എങ്ങനെയാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയും. അപ്പൊ അതുപോലുള്ള ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡി എന്നുള്ള ഒരു നൊട്ടേഷൻ, ഡി എന്താണ് നൊട്ടേഷൻ? ലെറ്റ് ഡി ഡിനോട്ട് ദി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണ് ഡി എന്നുള്ളത്? ഒരു ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത്. അതായത് ഒരു y എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ dy ബൈ ഡി എക്സ് എന്നുള്ള ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? ഡി എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് dy എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? y ഡാഷ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്. dy എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി എന്ന്. ഈ ഒരു ഓപ്പറേഷൻ ഇത് നമ്മൾ എന്ത് വിളിക്കും? dy. അപ്പൊ എന്താണ് ഡി എന്നുള്ള ഓപ്പറേഷൻ ശരിക്കും വരുന്നത്? ക്യാപിറ്റൽ ഡി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് എന്നുള്ള ഓപ്പറേഷൻ. ഡി ബൈ ഡി എക്സ് എന്നുള്ളതാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അതുപോലെ ഡി ഡിനോട്ട് ദി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു, അതായത് ഡി ബൈ ഡി എക്സ് എന്നുള്ള ഓപ്പറേറ്റർ ആണ് ഡി എന്നുള്ളത്. അപ്പൊ ഡി വൈനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വൈ ഡാഷ് എന്ന് എഴുതാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ ഡി എന്നുള്ളത് എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? y എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്പറേറ്റർ എന്തിനാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? y എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. എന്തിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? y-നെ y ഡാഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്കാണ്. അപ്പൊ ട്രാൻസ്ഫോം ചെയ്യുന്ന ഫംഗ്ഷൻ y ആണ്, ട്രാൻസ്ഫോംഡ് ആവുന്ന ഫംഗ്ഷൻ ആണ് y ഡാഷ്. എന്തായിരുന്നു എക്സാമ്പിൾ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ നൊട്ടേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതും? ഡി ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് എഴുതാം. ഡി ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് എഴുതാം. ഇതാണ് ആ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ പറയാറുണ്ട് y ഡബിൾ ഡാഷ്. നമ്മൾ എങ്ങനെ എഴുതാം? y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാറുണ്ട്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ഇവിടേക്ക് എഴുതുമ്പോൾ ഓപ്പറേറ്റർ ടൈമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ, ഡി ഓഫ് ഡി വൈ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാറുണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതാ? ഡി ഓഫ് വൈ ഡാഷ്. ഡി വൈ എന്നുള്ളത് എന്താണ്? വൈ ഡാഷ് ആണ്. ഡി വൈ എന്നുള്ളത് വൈ ഡാഷ് ആണ്. അപ്പൊ സോ ഡി ഓഫ് വൈ ഡാഷ് എന്ന് എഴുതാം. അതാണ് വൈ ഡബിൾ ഡാഷ്. അപ്പൊ നമുക്ക് ശരിക്കും ഇതിന് എന്ത് എഴുതാൻ പറ്റും? ഈ ഡി ഓഫ് ഡി വൈനെ ഡി സ്ക്വയർ വൈ എന്നാണ് അതിന്റെ നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ സൂചിപ്പിക്കാം. അത് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഡി വൈ ഈക്വൽ ടു വൈ ഡാഷ് എന്ന് സൂചിപ്പിക്കാം. ഡി സ്ക്വയർ വൈ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് ആണ്. ഡി ക്യൂബ് വൈ എന്ന് പറയുന്നത് വൈ ട്രിപ്പിൾ ഡാഷ് ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? ഈ ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി എന്നുള്ള ഇതൊരു ഓപ്പറേറ്റർ ആണ്. ഇത് എവിടെ ആക്ട് ചെയ്യുന്നത്? ഇത് വൈയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ ഒരു ശരിക്കും ഡി സ്ക്വയർ ഓഫ് വൈ, അതെന്താണ്? വൈ ഡബിൾ ഡാഷ് ആണ്. പ്ലസ് എ ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ഡി ഓഫ് വൈ, അതെന്താണ്? വൈ ഡാഷ് ആണ്. പ്ലസ് ബി ഇൻറ്റു വൈ, വൈ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ എന്താ പറയാ? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി എന്നുള്ളതിനെ. അപ്പൊ അതിനെ എൽ ഓഫ് വൈ എന്ന്
സൂചിപ്പിക്കാറുണ്ട്. സോ എൽ ഈക്വൽ ടു പി ഓഫ് ടി. ഈ പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോളിനോമിയലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഡി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ എൽ എന്താണ്, ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. എൽ എന്താണ്, ലീനിയർ ആണ്. കാരണം എന്താ, എൽ ഓഫ് ആൽഫ വൈ പ്ലസ് ബീറ്റ ഡബ്ല്യു അല്ലെങ്കിൽ ബീറ്റ ഒമേഗ, ബീറ്റ ഡബ്ല്യു എന്ന് വിളിക്കാം. ഇവിടെ എന്താണ്, വൈയും ഡബ്ല്യുയും ആണ് ഫങ്ഷൻസ്, ആൽഫയും ബീറ്റ എന്താണ്, കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് ബീറ്റ ഇൻറ്റു എൽ ഓഫ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഈ എൽ എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ ഓപ്പറേറ്റർ ആണ്, ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ കൺസിഡർ y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ പ്ലസ് ബി വൈ ഈക്വൽ ടു 0. ഇത് നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും, എൽ ഓഫ് വൈ ഈക്വൽ ടു പി ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇവിടെ പി ഓഫ് ഡി എന്താണ്, ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി. ഡി സ്ക്വയർ എന്തിനാ റെസ്പോണ്ടിങ് ആയിട്ടാണ്, വൈ ഡബിൾ ഡാഷ്. ഇതെന്താണ്, ഡി സ്ക്വയർ വൈ എന്നാണ്, അതിനാണ് വൈ ഡബിൾ ഡാഷ് എന്ന് പറയാം, പ്ലസ് എ ഇൻറ്റു ഡി വൈ പ്ലസ് ബി വൈ. അപ്പോൾ ഈ ഒരു ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഇതിന്റെ ഫോമിൽ, ഓപ്പറേറ്ററിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. ഇനി ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുക. ഇതെന്താണ്, ഡി സ്ക്വയർ പ്ലസ് ഡി മൈനസ് 6y. ഇത് ശരിക്കും എന്താണ്, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ മൈനസ് 6y ഈക്വൽ ടു 0 എന്നുള്ളതിനെ ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയിട്ടുള്ളതാണ്. ഇനി ഇ റേസ് ടു ലാംഡ എക്സിന്റെ ഡി ഓഫ് ഇ റേസ് ടു ലാംഡ എക്സ് എന്താണ്, ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് അല്ലെ, ഡെറിവേറ്റീവ് ഇ റേസ് ടു ലാംഡ എക്സിന്റെ ഡെറിവേറ്റീവ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അതിന്റെ സെക്കൻഡ് എന്താ വരിക, ഡി സ്ക്വയർ ഓഫ് ഇ റേസ് ടു ലാംഡ എക്സ് എന്താ വരിക, ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്, ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അപ്പൊ ഇതെന്താണ് നമുക്ക് കിട്ടി, ഡി ഓഫ് ഇ റേസ് ടു ലാംഡ എക്സ് എന്താന്ന് കിട്ടി, ഡി സ്ക്വയർ ഓഫ് ഇ റേസ് ടു ലാംഡ എക്സ് കിട്ടി. അപ്പൊ ഇനി പി ഓഫ് ഡി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. പി ഓഫ് ഡി എന്താണ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തായിരുന്നു, ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി എന്നുള്ളതാണ് പി ഓഫ് ഡി വരുന്നത്, നേരത്തെ തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അതായത് ഈ ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് പി ഓഫ് ഡി എന്ന് പറയുന്ന ഈ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, ഇ റേസ് ടു ലാംഡ എക്സിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി, അത് എവിടെ ആക്ട് ചെയ്യുന്നത്, ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു ലാംഡ എക്സ് ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പി ഓഫ് ഡി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ ഇ റേസ് ടു ലാംഡ എക്സ് അതെന്താണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ എക്സ് ആണ്, പ്ലസ് എ ഒരു കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുക്കാം, ഡി ഓഫ് ഇ റേസ് ടു ലാംഡ എക്സ് അതെന്താണ്, ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ആണ്, പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഇ റേസ് ടു ലാംഡ എക്സ് കോമൺ ആണ്, അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ എന്താണ്, ഈ ഇ റേസ് ടു ലാംഡ എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതെന്താണ്, ലാംഡയിലുള്ള ഒരു പോളിനോമിയൽ ആണ്. പോളിനോമിയൽ എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ ഇതിന്റെ പ്രത്യേകത, പി ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി ആണ്. ഇവിടെ ഈ ഡി എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പകരം ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനമാണ് എന്ത്, ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി എന്നുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇതിന് എന്ത് കിട്ടും, ഇ റേസ് ടു ലാംഡ എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എൽ ഓഫ് വൈ ഈക്വൽ ടു പി ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ എന്താണ്, ഒരു സൊല്യൂഷൻ ആണ് ഇ റേസ് ടു ലാംഡ എക്സ് എന്നുള്ളത് കിട്ടും. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് എൽ ഓഫ് വൈ എന്താണ് അപ്പോൾ വരിക, വൈ ഡബിൾ ഡാഷ് പ്ലസ് 6y ഡാഷ് മൈനസ് 6y ഈക്വൽ ടു 0 എന്നുള്ള ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പോ ഇത് ഒരു സൊല്യൂഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ അല്ലെ, ഇത് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാലാണ് ഇത് സൊല്യൂഷൻ ആവുക ഇ റേസ് ടു ലാംഡ എക്സ്. പക്ഷെ ഇത് സൊല്യൂഷൻ ആവണമെങ്കിൽ എന്താവണം, ലാംഡ എന്താവണം, ഇതിന്റെ അല്ലെ, ലാംഡ ഇസ് എ സൊല്യൂഷൻ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പി ഓഫ് ലാംഡ ഈക്വൽ ടു 0 ആണ്. അത് നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ആണെന്ന് പറയാം, ഈ ഒരു ടേം 0 ആകുമ്പോൾ, കാരണം അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണല്ലോ. ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇ റേസ് ടു ലാംഡ എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു ഇ റേസ് ടു ലാംഡ എക്സ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പൊ ഇവിടെ ഇ റേസ് ടു ലാംഡ എക്സ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇത് 0 ആവണമെങ്കിൽ എന്താണ്, പി ഓഫ് ലാംഡ എന്താവണം, 0 ആവണം.
അപ്പോൾ ഈ ഒരു ഇത് എപ്പോഴാണ് 0 ആവുക? ഇത് ലാംഡ ഇതിന്റെ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആവുകയാണെങ്കിലാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ p of lambda equal to 0 ആവുമ്പോഴാണ് e raised to lambda x ഇതിന്റെ സൊല്യൂഷൻ ആവുക. അപ്പോൾ ഈ p of lambda has two different roots. നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ബേസിസ് കിട്ടും അല്ലേ? ഡബിൾ റൂട്ട് ആണെങ്കിലോ നമുക്ക് അതിന് ഒരു സെക്കൻഡ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് p of d into lambda x equal to p of d into p of lambda into e raised to lambda x എന്ന് പറയുന്ന ഇതിനെന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? p of d into, കാരണം ഇതൊരു ഓപ്പറേറ്റർ ആണല്ലോ, p of d into e raised to lambda x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ ആണ് കാണുന്നത്. അപ്പോൾ x into e raised to lambda x എന്ന് കിട്ടും. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ, ഇതും ലാംഡയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഇതും ലാംഡയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ p ഡാഷ് എന്നുള്ളത് ഡിനോട്ട് ചെയ്ത് dp by d ലാംഡ തന്നെയാണ് p ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഡബിൾ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷനിൽ p of lambda equal to p dash lambda equal to 0 എന്ന് കിട്ടും. അതായത് കാരണം എന്താ? ലാംഡ ഒരു റൂട്ട് ആണല്ലോ. അപ്പോൾ p of d into x into e raised to x equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഈ x into e raised to x എന്താണ്? അതിന്റെ സെക്കൻഡ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഇതിൽ പറയാനുള്ളത്. ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട്, ഫാക്ടർ p of d equal to d square plus d minus 6 equal to 0 and solve p of dy equal to 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. എന്താണ് p of d into y? p of d എന്താണ് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് തന്നിട്ടുള്ളത്? d square plus d minus 6. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഓൺ y equal to 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് എന്താണ് ഇത് ശരിക്കും തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ? d square y എന്ത് വരും? y ഡബിൾ ഡാഷ് പ്ലസ് dy അതായത് y ഡാഷ് മൈനസ് 6y ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അത് ഏത് ഉപയോഗിച്ചിട്ട്? ഈ ഒരു ഓപ്പറേറ്റർ നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ d സ്ക്വയർ പ്ലസ് d മൈനസ് 6നെ ഫാക്ടറൈസ് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം ഇത് എന്ത് കിട്ടും? d പ്ലസ് 3 ഇൻറ്റു d മൈനസ് 2 എന്ന് കിട്ടും. അതായത് 3 ഇൻറ്റു മൈനസ് 2 6 കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? d സ്ക്വയർ പ്ലസ് d മൈനസ് 6നെ d പ്ലസ് 3 ഇൻറ്റു d മൈനസ് 2 എന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഈ ഓരോ രണ്ടിതിലും y ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതിൽ ആദ്യത്തെ d മൈനസ് 2 അല്ലേ? അപ്പോൾ d മൈനസ് 2 ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും വരുന്നത്? d ഓഫ് y, അതായത് y ഡാഷ് മൈനസ് 2y എന്ന് കിട്ടും അല്ലേ? ഇതിൽ d ഓഫ് y മൈനസ് 2y, അതായത് y ഡാഷ് മൈനസ് 2y എന്നുള്ളതാണ്. ഇനി d പ്ലസ് 3 ഇൻറ്റു d മൈനസ് 2 ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു y ഡാഷ് മൈനസ് 2y എന്ത് ആക്ട് ചെയ്യാണ്? വീണ്ടും d പ്ലസ് 3 ആക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 6y ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ 6y എന്ന് കിട്ടും. അതാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? d പ്ലസ് 3 ഓഫ് y ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ എന്താണ്? നമുക്ക് കാണാൻ അറിയാം അല്ലേ? d പ്ലസ് 3 ഓഫ് y ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് കിട്ടും? ഒരു സൊല്യൂഷൻ y1 ഈക്വൽ ടു e റേസ് ടു മൈനസ് 3x ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ d മൈനസ് 2 ഓഫ് y ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇതെന്താണ് ശരിക്കും? y ഡാഷ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. ഇതെന്താണ്? y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y1 അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ വെച്ച് കഴിഞ്ഞാൽ y1 ഈക്വൽ ടു e റേസ് ടു മൈനസ് 3x y2 ഈക്വൽ ടു e റേസ് ടു 2x കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y1 ആൻഡ് y2 ഫോം എ ബേസിസ് ഫോർ p of d into y equal to 0 on any interval. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും? y equal to c1 e raised to minus 3x plus c2 e raised to 2x എന്നുള്ളത് അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ ആണ് എന്നുള്ളത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ ഉള്ളത്. ഇനി അതിൻ്റെ ഹോംവർക്ക് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് സെറ്റ് എന്താണ്? ഇൻ ഈച്ച് പ്രോബ്ലം അപ്ലൈ ദ ഗിവൺ ഓപ്പറേറ്റർ ടു ഗിവൺ ഫംഗ്ഷൻ. ഓപ്പറേറ്റർ ഇവിടെ എന്താ? d സ്ക്വയർ പ്ലസ് 3y, സോറി 3d, d സ്ക്വയർ പ്ലസ് 3d. ഇത് എവിടെ ആക്ട് ചെയ്യണം? cos 3h ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതുപോലെ ഇത് e റേസ് ടു മൈനസ് എക്സ് പ്ലസ് e റേസ് ടു 2x ആക്ട് ചെയ്താൽ, അതുപോലെ 10 മൈനസ് e റേസ് ടു മൈനസ് 3x ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സൊല്യൂഷൻ വരിക? അതായത് ഈ ഫംഗ്ഷൻസിനെ ഈ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ ആയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത്. അതുപോലെ d മൈനസ് 4 അല്ലെ? d മൈനസ് 4 ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? 3x സ്ക്വയർ പ്ലസ് 4x.
ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഓഫ് 3x² പ്ലസ് 4x മൈനസ് 4 ഇൻറ്റു 3x² പ്ലസ് 4x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 3 പുറത്തേക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഡി ഓഫ് x² എന്താണ് വരിക? ഡെറിവേറ്റീവ് ഓഫ് x² 2x വരും പ്ലസ് 4 ഇൻറ്റു ഡി ഓഫ് എക്സ് അതായത് എക്സ് വരും 4x മൈനസ് 4 ഇൻറ്റു 3x x² അതായത് 12x² പ്ലസ് 3x² പ്ലസ് 4x അല്ല സോറി മൈനസ് 4 ഇൻറ്റു 4 അതായത് 16x എന്ന് വരും. ഇതാണ് ഈ രീതിയിലുള്ള ഫംഗ്ഷൻ. ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ യൂസിങ് ഫാക്ടറൈസേഷൻ. ഷോ ദ ഡീറ്റെയിൽസ്. അതായത് നേരത്തെ ചെയ്ത പോലെ എന്താണ്? ഈ ഒരു ഓപ്പറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. d² മൈനസ് d മൈനസ് 2ന് 1y ഈക്വൽ ടു 0 ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിച്ച പോലെ ഓരോ ഫാക്ടർ കോമ്പണൻസിനും അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ജനറൽ സൊല്യൂഷൻ എടുത്തിട്ട് എഴുതുക. ഓരോ ഫാക്ടറിന്റെ സൊല്യൂഷൻ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. അപ്പോൾ എത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്? ശരിക്കും വായിച്ചു നോക്കാം.